നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 451. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമുക്ക് പറയേണ്ടത്. ശ്ലോകം 26. ഏതേഷാം കവിർ മഹാവീര സവന ഇതി ത്രയ ആസന്നൂർധ്വരേതസസ്ത ആത്മവിദ്യായാം അർഭഭാവാം അദാഭാവ അദാരഭ്യ കൃതപരിചയ പാരമഹംസ്യം ഏവാശ്രമം അഭജൻ എന്നാണ് അതിൻ്റെ അപ്പം അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്. ഇവരുടെ മധ്യത്തിൽ കവി മഹാവീരൻ സവനൻ എന്ന 3 പേർ ജിതേന്ദ്രിയന്മാരായി ഭവിച്ചു. ജിതേന്ദ്രിയന്മാർ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായി. അവർ ആത്മവിദ്യയിൽ ബാല്യം മുതൽക്ക് തന്നെ അഭ്യാസമുള്ളവരായിട്ട് പരമഹംസന്മാരെ സംബന്ധിച്ചിരിക്കുന്ന ആശ്രമത്തെ തന്നെ ഭജിച്ചു. 3 ആൾക്കാർ. ആരൊക്കെ? കവി, മഹാവീരൻ, സവനൻ എന്നുള്ള ആൾക്കാർ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. അവരിൽ കവി, മഹാവീരൻ, സവനൻ എന്ന 3 പേർ ജിതേന്ദ്രിയന്മാരായതുകൊണ്ട് വിവാഹം ചെയ്തില്ല. ബാല്യം മുതൽക്ക് തന്നെ ആത്മവിദ്യയിൽ പരിശ്രമിച്ചു വന്നു. പരമഹംസന്മാരുടെ ആശ്രമത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു. ശരി, അടുത്തത് 27-ാമത്തെ. തസ്മിന്നുഹാവ ഉപശമശീല പരമർഷയ സകല ജീവനികായ വാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭിധാനാം ശരണഭൂതസ്യ ശ്രീമശ്ചരണാരവിന്ദ അവരിതസ്മരണ വിഗളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിത അന്തർഹൃദയ അധികതേ. അന്തർഹൃദയ ചൈതന്യം ഉള്ളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. അതിൻ്റെ പ്രതിബിംബമാണ് കാണപ്പെടുന്ന ക്ഷേത്ര വിഗ്രഹങ്ങളൊക്കെ. നമ്മൾ തന്നെ പല സ്റ്റാറ്റസ് ജീവിതത്തിൽ അനുഭവിക്കണില്ലേ? മകനായിട്ടും ഏട്ടനായിട്ടും അനിയനായിട്ടും അളിയനായിട്ടും അച്ഛനായിട്ടും ആചാര്യനായിട്ടും പാരായണക്കാരനായിട്ടും ഹോതാവായിട്ടും എന്ന് വേണ്ട. അപ്പോൾ അതിലൊക്കെ ബ്രഹ്മചൈതന്യം ഇല്ലാതെ കണ്ടായാൽ പിന്നെന്താണെന്ന് പറയുക, സ്വയം നശിക്കേ. പഞ്ചഭൂതങ്ങളായി പോവും ശരീരം. അതുകൊണ്ടാണ് പറഞ്ഞത് അന്തർഹൃദയ അധികതേ ഭഗവതി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ പ്രത്യേകാത്മന്യോ വാ ആത്മനസ്താദാത്മ്യ അവിശേഷേണ സമീയുഹു. അപ്പോൾ അതിൽ ഉപശമ സ്വഭാവത്തോടു കൂടിയ പരമർഷികൾ സകല ജീവരാശികളുടെ ആവാസസ്ഥാനമായിരിക്കുന്നതും ഇത് വിടരുത്. സകല ജീവരാശികളുടെ ആവാസസ്ഥാനമായിരിക്കുന്നവനും ഭയപ്പെടുന്നവർക്ക് ശരണമായിരിക്കുന്നവനുമായ. അപ്പം മനുഷ്യനായാലത്തെ ഭയം എന്താ? കാമക്രോധമത മത്സര ലോഭ ഭയ. ആ ഭയം ഏറ്റവും അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും അല്ലേ, അവരവർ മരിക്കണതാണ് അവരവർക്ക് ഭയം. അതാണല്ലോ രണ്ടാം വിവാഹം കഴിക്കണത്.
അപ്പം എന്തുകൊണ്ട് ഈ ആദ്യം പറഞ്ഞ 3 പേരെ പോലെ ആയിക്കൂടാ ആത്മാരാമന്മാരായിട്ട്? അവിടെയാണ് മായയുടെ വിശേഷം. അപ്പം ഇവിടെ പറഞ്ഞതെന്താ? സകല ജീവരാശികളുടെ ആവാസസ്ഥാനമായിരിക്കുന്നവനും ഭയപ്പെടുന്നവർക്ക് ശരണമായിരിക്കുന്നവനുമാണ്. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് ഒരു ഉത്തമ ജീവൻ്റെ ലക്ഷ്യമാണ്. തന്നിൽ വർത്തിക്കുന്ന ചൈതന്യത്തെ അറിയാം. അപ്പം നാമരൂപ വിവർജിതനായിരിക്കുന്ന ബ്രഹ്മചൈതന്യം എല്ലാ വിശേഷേണ ഗ്രഹിക്കേണ്ടതായ വിഗ്രഹങ്ങളിലുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കാം. ഏതിനെങ്കിലും ഒന്ന് 0 ആയിട്ട് കണക്കാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ബലം ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ 0-ന് പൂജ്യനാവാൻ സാധിക്കണമെങ്കിൽ ആത്മചൈതന്യം ഒന്ന് ഉണ്ടാവണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാൻ വാസുദേവൻ്റെ എന്താ പറയുക, ശ്രീമത്തായ ചരണാരവിന്ദത്തെ ഇടപെടാതെ സ്മരിച്ചതുകൊണ്ട് ലഭിച്ച അഖണ്ഡ പരമഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യത്താൽ. അങ്ങനെയാണ്, നിൽക്കില്ല, ഒരു ഗൂഡ്സ് ട്രെയിൻ മാതിരിയാണ്, വളരെ നീളം കൂടുതൽ. ശ്രീമത്തായ ഐശ്വര്യസമ്പൂർണമായ ചരണാരവിന്ദത്തെ, താമരതളത്തിനോട് ഉപമിക്കാവുന്ന തിരുവാതപത്മങ്ങളെ ഇടവിടാതെ എണ്ണധാര പോലെ തിരിമുറിയാതെ സ്മരിച്ചതുകൊണ്ട് ലഭിച്ച അഖണ്ഡമായ പരമഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യത്താൽ, ഖണ്ഡിക്കപ്പെടാത്ത മാഹാത്മ്യം എന്നർത്ഥം. അപ്പോൾ ആ മാഹാത്മ്യത്താൽ പരിശുദ്ധമായ ഹൃദയാന്തർഭാഗത്തിൽ അനുഭവത്തിന് വിഷയമായി, ആ വാക്കുകളുടെ ഘടന ശ്രദ്ധിക്കൂ, ഹൃദയാന്തർഭാഗത്തിൽ അനുഭവത്തിന് വിഷയമായി ഭവിച്ചവനും, അനുഭവമില്ലാണ്ടൊന്നുമില്ല, സകല ഭൂതങ്ങളുടെ ആത്മാവായിരിക്കുന്നവനുമായ. അപ്പോൾ ആര് മേലെ ആര് താഴെ എല്ലാം ഒന്നാണ്, ഒരേ റാങ്കാണ്. ആത്മാവിന് ഒരേ റാങ്കാണ്. എല്ലാവർക്കും ഈ ബാലാഗ്രശതവാകസ്യ വിസ്തരസ്യ ഏകോ ജീവാതിൻ്റെ പ്രമാണം. അല്ലാണ്ട് ഭട്ടതിരിക്ക് വേറെ, എഴുത്തച്ഛന് വേറെ, അതൊക്കെ അപക്വമതികളായിട്ടുള്ള ഭക്തന്മാരുടെ ഭാവനാവിലാസമാണ്. അതൊക്കെ കണ്ടിട്ടൊന്നും ഭഗവാൻ പ്രീതിപ്പെടില്ല. അപ്പോൾ ഭഗവാന്റെ പ്രീതി ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ സമഭാവനയോടുകൂടി ജീവിത സന്ധാരണം ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയുക. അമേധ്യത്തിലെ കൃമി മുതൽക്ക് ബ്രഹ്മാവ് പര്യന്തമുള്ള എല്ലാ ജീവജാലങ്ങളിലും തേജസ്സായിട്ട് അല്ലെങ്കിൽ പ്രകടമായ രീതിയിൽ ഇരിക്കുന്നത് പരബ്രഹ്മമാണ്. ആ ഭേദഭാവന വന്നാൽ 0.0, നെഗറ്റിവിറ്റി വന്നാൽ പോസിറ്റിവിറ്റി ഉള്ളത് പോവും. അതായത് ഈ ബാങ്കിങ് ടെസ്റ്റ് പോലെയാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒരു തെറ്റിന് ഒരു ശരി ഉത്തരത്തിൻ്റെ മാർക്ക് മൈനസ് ചെയ്യും. അതുകൊണ്ടാണ് ടെസ്റ്റുകൾ പാസ്സാവാൻ ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് പഠിച്ചവന് മാത്രം അല്ലേ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആത്മാവായിരിക്കുന്നവനുമായ ഭഗവാനായ പ്രത്യേകാത്മാവിൽ തന്നെ ആത്മാവിൻ്റെ തദ്ഭാവത്തെ മറവ് കൂടാതെ പ്രാപിച്ചു. ആത്മാവിനെ നമ്മളെങ്ങനെ അറിയണം? ഒരു എബോട്ടേൺ എടുക്കണം. അതിനാദ്യം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ ധരിപ്പിക്കുന്ന കണ്ണുകളെ അടയ്ക്കണം. എന്നിട്ട് മനക്കണ്ണ് തുറക്കണം. അത് വേണമെങ്കിൽ ഉള്ളിൽ നിന്നാണത് ലാച്ച്, മനക്കണ്ണ്. മനസ്സിൽ എന്താണ് പറയുക, അത് ചിത്ത് എന്ന ഗുഹ, ചിതാകാശ ഗുഹയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ അവിടെ ലാച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ എബോട്ടേനെ അടിച്ച് മനക്കണ്ണ് തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മൂപ്പര് തുറന്നു തരണം. എന്നാൽ ഭഗവാന്റെ വിഭൂതികളെ നമുക്കറിയാൻ തുടങ്ങി. അപ്പോൾ അവിടെ നമസ്കരിക്കാൻ നിവൃത്തിയുള്ളൂ. ശരണാഗത വത്സലനായിട്ട് വാത്സല്യത്തോടു കൂടി പരിഭ്രമിക്കാതെ കണ്ട്, കരയാതെ കണ്ട്, ദുഃഖിക്കാതെ കണ്ട് ഒക്കെ ശരണാഗത വത്സലനായി പിതൃവാത്സല്യ സമാനമായിട്ട് കാക്കണേ ഭഗവാനെ, കാക്കണേ ഭഗവാനെ എന്ന് നിലവിളിച്ചും കൊണ്ട് നമസ്കരിച്ചാൽ ഭഗവാൻ ലാച്ച് തുറക്കും, ഷുവർ. അപ്പം എന്തായി?
ഹൃദയാന്തർഭാഗത്തിൽ അനുഭവജ്ഞാനത്തിന് വിഷയമായി ഭവിച്ച ജ്ഞാനാനന്ദ സ്വരൂപമായ പ്രത്യേകാത്മാവിൽ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഭഗവാനായ പ്രത്യേകാത്മാവിൽ തന്നെ ആത്മാവിൻ്റെ തദ്ഭാവത്തെ മറവ് കൂടാതെ പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? പരമർഷികളായ അവർ ആ പരമഹംസാശ്രമത്തിൽ ഇരുന്നിട്ട് സകല ജീവരാശികളുടെയും ദർ ആർ 84 lakhs ഓഫ് സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സ് എന്നാ പ്രമാണം. എത്ര? 84 ലക്ഷം തരം ജീവജാലങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ മാത്രമാണ് ഭൂമിക്ക് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നത്. അവന് മാത്രമേ ഊർധ്വഗതി പ്രാപിക്കാനുള്ള ഐശ്വര്യമുള്ളൂ. ആ ഐശ്വര്യം ആരുടെയാണ്? ഭഗവാന്റെയാണ്. ഭഗവാനാണത് കൊടുക്കുന്നത്. ഭഗവാൻ അത് തരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. സത്കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ജീവരാശികളോട് പ്രിയം തോന്നണം എന്നർത്ഥം. അതാണ് മഹാവിഷ്ണു പ്രീത്യർത്ഥം. അവിടെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പൂർവ്വപീഠികയിൽ പറയും, ശ്രീ ലളിതാ പരമേശ്വരി പ്രീത്യർത്ഥം ദേവി സഹസ്രനാമത്തിൽ, ശ്രീ രാമചന്ദ്ര സ്വാമി പ്രീത്യർത്ഥം ശ്രീരാമൻ്റെ അതിൽ, ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ശിവൻ്റെ സഹസ്രനാമത്തിൽ. അവരൊക്കെ ഒന്നാണെന്നുള്ള ധാരണ വേണം. അവരൊക്കെ വെവ്വേറെയാണെന്ന് പറഞ്ഞാൽ മാർക്ക് പോയി. ഒന്നാണ്, ഒരാളുടെ പേരാണല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സകല ജീവരാശികളുടെയും നിവാസസ്ഥാനവും സംസാരത്തിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്നവരുടെ രക്ഷാസ്ഥാനം. അഹങ്കാരം കൊണ്ട് തിമിർക്കുന്ന ആൾക്കാർക്ക് ഈശ്വരകാരുണ്യമില്ല. ഈ ചൈതന്യവത്തായിട്ട് ഈശ്വരനുണ്ട്, അത് അവർക്കറിയില്ല. അവർ പറയും ഞാനാണ് ഈ അമ്പലം കൊണ്ട് നടത്തണത്, ഞാനാണ് ഈ പള്ളി കൊണ്ട് നടത്തണത്, എന്തച്ഛൻ എന്തമ്മ. അവർ ഞങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വേറൊരു കുടുംബത്തെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയവർ. അവർക്ക് വിദ്യവാൻ ലഭതേ കാര്യം എന്നുള്ളതില്ല. അവർ നേരെ തലകുത്തി വീണവിടേക്കാണ്, നരകത്തിലേക്കാണ്. അത് കണ്ടറിയില്ല. ഈ പണ്ട് രാജാക്കന്മാർ ആനത്താരകളിൽ വാരിക്കുഴി കുത്തും. വാരിക്കുഴി കുത്തി അതിൽ ചില മുളകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വെച്ച് അതിൽ പച്ചലകളൊക്കെ വെച്ച് പഴക്കൊലയൊക്കെ ഇടും. ആ വാരിക്കുഴിയുടെ എതിർവശത്ത് ഒരു പിടിയാനയെ നിർത്തും. അപ്പം ഇവൻ ഈ കൊമ്പനാന എപ്പോഴും തൻ്റെ തുമ്പിക്കൈ കൊണ്ട് മുന്നിലുള്ള സ്ഥലത്തിൽ ഇടിച്ചു നോക്കിയിട്ടാണ്, സ്മെല്ല് ചെയ്തിട്ടാണ് തൻ്റെ ഭാരം സഹിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടാ കാല് വയ്ക്കുള്ളൂ. മുൻകാല് വെച്ച സ്ഥലത്ത് പിൻകാല് വയ്ക്കൂ. അതൊക്കെ ശരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഈ പിടിയാനയുടെ സ്മെല്ല് കാറ്റിൽ വരും. അപ്പോൾ ഇവൻ ചിഹ്നം വിളിക്കും. ചിഹ്നം വിളിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ തുമ്പിക്കൈ മേലോട്ട് ഉയർത്തിയിട്ട്. അപ്പോൾ പിന്നെ വാരിക്കുഴി ഉണ്ട് എന്നുള്ളത് അറിയില്ല, അതിൽ വീഴും. അപ്പോൾ ഭഗവാൻ തന്നെ ഭഗവാന്റെ മായയെ ഇങ്ങനെയാണ് പറയുക, നമുക്കറിയില്ല. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലാണ് ഹൃദയാന്തർഭാഗത്തിൽ അനുഭവജ്ഞാനത്തിന് വിഷയമായി ഭവിച്ച ജ്ഞാനാനന്ദസ്വരൂപമായ ജ്ഞാനം. അതിന് എന്താ പറയുക, രൂപമില്ല. ആനന്ദം അതിനുമില്ല. സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം. ഇതൊക്കെ ഉറവിടം എവിടെയാ? മനസ്സിലെ ചിതാകാശ ഹുയന. അത് ഭഗവാന്റെ രൂപമാണ്. ഇനി അപ്പോൾ ആനന്ദം അനുഭവിക്കാത്തവൻ ഈശ്വരനെ അറിയണില്ല. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയി ക്യൂ നിന്നാലും വഴിപാട് ചെയ്താലും പശുപ്രായമുള്ള വ്യക്തികളെ പശുപതിയായിരിക്കുന്ന ജഗദീശ്വരൻ്റെ അനുഗ്രഹത്താൽ തൊട്ടുണർത്താൻ സാധിക്കണം ആചാര്യന്. അപ്പോഴാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് ജ്ഞാനാനന്ദ സ്വരൂപമായി പ്രത്യേകാത്മാവിൽ അഹന്താമമതാദിഭാവങ്ങളാകുന്ന മറവിൽ നിന്ന് വിമുക്തനായിട്ട്, അതാണ് ഈ
ഉള്ളിൽ നിന്ന് ലാച്ചിട്ടുണ്ടെന്ന് പറയാൻ കാരണം ആത്മൈക്യത്തെ പ്രാപിച്ചു. പുറത്തുണ്ടെങ്കിൽ നമുക്ക് പൊന്തിക്കാം ഷട്ടർ, ഇതത് പറ്റില്ല. മൂപ്പര് ഷട്ടർ പൊന്തിച്ച് തരണം. മൂപ്പരുടെ മായയാകുന്ന അഹന്ത മമതാദി ഭാവങ്ങളുടെ മറവിൽ നിന്ന് വിമുക്തരായിട്ട് ഒരാളെ നമ്മളെ വിമുക്തനാക്കണം. അതാണ് ഭഗവാനെ ഉപാസിക്കണം എന്ന് പറയാൻ കാരണം. ആത്മൈക്യത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. അടുത്തത് അന്യസ്യാം അഭിജായാം ത്രയപുത്ര ആസന്നുത്തമസ്താമസോരൈവത ഇതി മന്വന്തരാധിപതയഃ. അപ്പോൾ അതിൽ അന്യമായ ഭാര്യയിലും 3 പുത്രന്മാരുണ്ടായി. അപ്പോൾ പ്രജാപതിയായിരിക്കുന്ന എന്താണെന്നാ പറയുക, പേര് ധാരണയിൽ നിൽക്കില്ല. പിന്നെ വിശ്വകർമാവിലാണ് 10-11 കുട്ടികളുണ്ടായി. അന്യഭാര്യയിൽ എത്ര കുട്ടികളുണ്ടായി? 3 കുട്ടികളുണ്ടായി എന്നാണ് പറഞ്ഞത്. ത്രയപുത്ര 3 പുത്രന്മാർ ഉണ്ടായി. അതിൻ്റെ ഭാവാർത്ഥം, പ്രിയവ്രതന് വേറെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവളിൽ ഉത്തമൻ, താമസൻ, രൈവതൻ എന്നു പേരായ 3 പുത്രന്മാരുണ്ടായി. അവർ ക്രമത്തിൽ മന്വന്തരാധിപന്മാരായി ഭവിച്ചു. ആയിക്കോട്ടെ. അടുത്തത് 29ാമത്തെ ശ്ലോകം. കുറച്ച് നീളം കൂടും പ്രോസ് ഒക്കെ ശ്രദ്ധിക്കണം. ഏവം ഉപശമായനേഷു സ്വതനയേഷധാ ജഗദീപതിർജഗദീം അർബുദാന്യ ഏകാദശ പരിവത്സരാണാം അവ്യാഹത അഖില പുരുഷ അകാര പുരുഷാകാര സാരസംഭൃതോർദണ്ഡയുഗള പീഡിതം അർവീഗുണസ്തനിത വിരമിത ധർമ്മ പ്രതിപക്ഷോ ബഹിഷ്മത്യാശ്ചാനുദിനം ഏതമാന പ്രമോദ പ്രസരണ ഔഷിണ്യവ്രീഡാ പ്രമുഷിതഹാസാവലോകരുചിര ക്ഷേള്യാദിഭി പരാഭൂയമാനവിവേക ഇവാനവ ബുദ്ധ്യമാന ഇവ മഹാമന ബുഭുജേ എന്ന് പറഞ്ഞു. ആരെയൊക്കെ ബഹുമാനിക്കണം, ആരൊക്കെ ബഹുമാനിച്ചില്ല എന്നൊക്കെ അയ്യപ്പിളിക്കും. ഇപ്രകാരം തൻ്റെ പുത്രന്മാർ 3 പേർ സന്യാസാശ്രമത്തിൽ ഇരിക്കുമ്പോൾ അനന്തരം ലോകപാലകനായ പ്രിയവ്രതൻ എന്തു ചെയ്തു എന്നാണ് പറഞ്ഞത്? വലിയൊരു സെൻറ്റൻസാണത്. തടസ്സമില്ലാത്ത സകല പൗരുഷങ്ങളോടുകൂടിയ ബലത്താൽ സമ്പൂർണങ്ങളായ കൈകളുടെ യുഗളത്താൽ ആകർഷിക്കപ്പെട്ട ഞാണിൽ നിന്ന് ജനിക്കുന്ന ശബ്ദത്താൽ ദൂരീകരിക്കപ്പെട്ട ധർമ്മവിരോധികളോടുകൂടിയവനും. അധർമ്മമുള്ളവരെ ധർമ്മിഷ്ഠന്മാരാക്കണം. അതിനാർക്കേ സാധിക്കൂ? ഉപദേശങ്ങൾക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വേണമെങ്കിൽ AK-47 എന്നുള്ളൊരു അർത്ഥം വരും. അതെങ്ങനെയാണ്? ഈ AK-47 തുരുന്ന എങ്ങനെ 10,000 ഉണ്ടകളാണ് വരിക. അതാണ് ഇവിടെ പറഞ്ഞത്. ആകർഷിക്കപ്പെട്ട ഞാണിൽ നിന്ന് ജനിക്കുന്ന ശബ്ദത്താൽ ദൂരീകരിക്കപ്പെട്ട. ഇപ്പോൾ ഞാണ് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ശരങ്ങൾ വായിൽ നിന്ന് ശരവേഗത്തിൽ ശബ്ദാവലികൾ പ്രവഹിച്ച് നമ്മുടെ മനോമാലിന്യങ്ങളെ നീക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇതൊക്കെ നമ്മൾ തന്നെ വേണം, കേൾക്കൽ നമ്മൾ തന്നെ വേണം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഞാൻ തന്നെ കേട്ട് ഞാൻ അതിൽ മതി മറക്കണം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മനസ്സിനെ മറക്കണം. അപ്പോഴാണ് ശബ്ദത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടാവും. ഈശ്വരനാൽ പറയപ്പെടുന്ന വാഗ്മയീ രൂപം ഭാഗവതം ഭഗവാൻ ശ്രീഹരിയുടെ വാഗ്മയീ രൂപമാണ് എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ശബ്ദങ്ങൾ ഭഗവാനെപ്പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതും ആയിരിക്കുമ്പോഴാണ് ഈ ആവശ്യമുള്ള അജ്ഞാനം ആകുന്ന തിമിരത്തിനെ പുറത്തേക്ക് ആത്മസൂര്യൻ്റെ പ്രഭയിൽ മനസ്സിലാക്കാൻ സാധിച്ചാൽ മതി എന്നാണ്. അപ്പം എന്താ? ഈ ധർമ്മവിരോധികളോട് കൂടിയവനും
ബാഹിഷ്മതിയുടെ ദിവസം തോറും എന്താണെന്നാ പറയുക, വർദ്ധിച്ചു വരുന്ന സന്തോഷം, അഭിമാനം, സ്ത്രീ സ്വഭാവസിദ്ധമായ ശൃംഗാരം, ലജ്ജ, ഇവയാൽ സങ്കുചിതമായ മന്ദഹാസം, കടാക്ഷം, മനോഹരമായ പരിഹാസ സംഭാഷണം മുതലായവയാൽ തിരസ്കരിക്കപ്പെട്ട വിവേകത്തോടുകൂടിയവനോ എന്നും ആത്മാവിനെ അറിയാത്തവനോ എന്ന് തോന്നുമാറ് സന്തോഷിച്ച മനസ്സോടുകൂടിയവനായിട്ട് പരിവത്സരങ്ങളുടെ 11 അർബുദക്കാലം കഴിയുന്നതുവരെ ഭൂമിയെ അനുഭവിച്ചു. ഈ അർബുദം എന്നുള്ളത് ഒരർത്ഥം ക്യാൻസർ എന്നാണ്, വേറൊന്ന് ഒരു സംഖ്യയാണ്. ആ സംഖ്യയാണ് 11 അർബുദകാലം കഴിയുന്നത് വരെ ഭൂമിയെ അനുഭവിച്ചു എന്ന് പറയാൻ കാരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. കവി മുതലായ 3 പുത്രന്മാർ സന്യാസാശ്രമത്തെ സ്വീകരിക്കവേ ഭൂലോകാധിപതിയായ പ്രിയവ്രതൻ, അതാണ് ഏകഛത്രാധിപതി എന്ന് പറഞ്ഞത്, ഭൂലോകത്തിൻ്റെ ഈ 7 വൻകരകളുടെയും നാഥനായിരുന്നു. ഈ ഭാഗവതം പറയണത് ഭാരത തത്വശാസ്ത്ര സനാതനധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ പ്രിയവ്രതൻ 11 അർബുദം പരിവത്സരകാലം കഴിയുന്നതുവരെ ഭൂമണ്ഡലത്തെ അനുഭവിച്ചു. ഭൂലോകത്തിൽ സനാതനധർമ്മത്തെ ഉറപ്പിക്കുകയും വിഷയഭോഗങ്ങളെ അനുഭവിക്കുകയും ചെയ്തു. ധർമ്മത്തെ ഉറപ്പിക്കണമെങ്കിൽ അതിനെ വിരോധിക്കുന്ന ശത്രുക്കളെ ജയിക്കുകയാണ് വേണ്ടത്. അതിൽ ആ വീരന് ലേശവും പ്രയാസമുണ്ടായിരുന്നില്ല. രാജാവിന് ഉചിതങ്ങളായ പൗരുഷങ്ങൾ സകലവും സ്വാധീനമായിരുന്നതിനാൽ സമ്പൂർണ്ണ ബലം തികഞ്ഞിരുന്ന കൈകൾ കൊണ്ട് ഞാൻ വലിച്ചു വിടുന്ന ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ ശത്രുക്കൾ നമസ്കരിച്ച് കീഴടങ്ങിയതിനാൽ യുദ്ധം കൂടാതെ തന്നെ ലോകത്തിൽ സർവഭാഗത്തും ധർമ്മം ഉറപ്പിക്കപ്പെട്ടു. യുദ്ധമില്ലാതെ കണ്ട് പ്രിയവ്രതനെ പോലുള്ള ആൾക്കാരാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. ഒരാളുണ്ടായാൽ മതി, ധാരാളം, ലോകത്തിനെ വിറപ്പിക്കും. ഇവിടെയാണ് നമുക്ക് സാന്ത്വനം ലഭിക്കേണ്ടത്. ആ സാന്ത്വനത്തു കൂടെ അമ്മാതിരി കഥാപുരുഷന്മാരെ ഉയർത്താൻ, അവരുടെ മനോവീര്യത്തെ തളർത്താത്ത രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്നാൽ നമ്മുടെ വരുന്ന തലമുറ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ വിഷയഭോഗാനുഭവം വേണ്ടതുപോലെ നടത്തിയിരുന്നു. ഭർത്താവിൻ്റെ ആഗമനം കാണുമ്പോഴേക്കും ബഹിഷ്മതി പരമസന്തോഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് സമീപത്തേക്ക് വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഇക്വേഷൻ ആരാ മനസ്സിലാക്കേണ്ടത്? ഈ ഭൂലോകത്തുള്ള സ്ത്രീ രത്നങ്ങൾ മനസ്സിലാക്കണം. തന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ചു വരുന്ന ഭർത്താവിൻ്റെ സഹവാസം പരാതികളെ കൊണ്ട് നിറയ്ക്കാതെ കണ്ട് പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷ ചിത്തകളായിട്ട് പെരുമാറണം. ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നുള്ള ചോദിക്കാനുള്ള വരുത്തരുത്. ഇപ്പോൾ എടുത്ത് കുടിച്ചുകൂടെ എന്നുള്ളത് കേൾക്കാൻ പാടില്ല എന്നർത്ഥം, അങ്ങനെ പറയാം. അപ്പോൾ പറയണു, സ്ത്രീ സ്വഭാവ സുലഭമായ ശൃംഗാരരസത്തിനും ലജ്ജയ്ക്കും യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത. ഇന്ന് സ്ത്രീകൾക്ക് പൊതുവെ ലജ്ജ കമ്മിയാണ്. അത് കാരണം തന്നെ അവർ പല അനർത്ഥ ഗർത്തങ്ങളിലും വീഴുന്നുണ്ട്. അത് മനസ്സിലാക്കില്ല. അഗാധ ഗർത്തത്തിൽ വീണാൽ പിന്നെ കയറി വരാൻ പറ്റില്ല. അപ്പോൾ ശൃംഗാരരസത്തിനും ലജ്ജയ്ക്കും അധീനമായിരിക്കുന്ന മന്ദഹാസം, കടാക്ഷം, മനോഹരമായ പരിഹാസ ആലാപം എന്നിവയിൽ മഗ്നനായതു കണ്ടാൽ അദ്ദേഹം വിവേകഹീനനോ എന്നും
ആത്മജ്ഞാന ശൂന്യനോ എന്നും തോന്നുമാറ് സന്തുഷ്ടനായിരുന്നു. ബട്ട് നെവർ, അദ്ദേഹം ആത്മാരാമത്തിൽ നിന്ന് വ്യതിരിച്ചിട്ടില്ല. അതാണ് ഈ കുട്ടികളുണ്ടായത് ഈശ്വരേച്ഛയാ. അത് മനസ്സിലാക്കണമെങ്കിൽ ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട്, വസുദേവർക്കും ദേവകിക്കും ഭഗവാൻ എങ്ങനെ പറഞ്ഞു. അവിടെ ശരീരബന്ധമില്ല, ആത്മീയ ബന്ധമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സന്തുഷ്ടനായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ആത്മജ്ഞാനവും അതിനു കാരണമായ വിവേകവും അല്പവും കുറഞ്ഞിരുന്നില്ല. അർബുദം എന്നത് 1 കോടിയാണെന്നും, അതാ സംഖ്യ 1 കോടിയാണെന്നും 10 കോടിയാണെന്നും ഭിന്നാഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. 1 കോടിയാണെന്ന അഭിപ്രായമല്ലയോ ഗ്രാഹ്യം എന്നാണ് ശങ്ക. അങ്ങനെയായാൽ തന്നെ 11 കോടി സംവത്സരം പ്രിയവ്രതൻ രാജൻ വാണു എന്ന് കിട്ടും. 11 കോടി. 10 കോടി എന്ന അഭിപ്രായത്തെ അംഗീകരിക്കുമ്പോൾ 110 കോടി സംവത്സരക്കാലം രാജ്യം ഭരിച്ചു എന്ന് സിദ്ധിക്കും. ഈ കാലത്തെ മന്നന്തരാധിപതി സ്വയംഭുവനാണെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. 71 ചതുരകമേ ഒരു മന്നന്തരത്തിലുള്ളൂവെന്നും കാലനിർണയ പദ്ധതിയിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് 11 കോടിയിൽ അധികരിക്കുമ്പോൾ ഈ വിധമുള്ള പൂർവ്വനിശ്ചയങ്ങൾക്ക് വിരോധം ഭവിക്കുകയില്ലയോ എന്നും ശങ്കയുണ്ട്. ഏതായാലും പൂർവാചാര്യന്മാർ തന്നെ അന്യോന്യം വാദിക്കുന്ന ഈ ഘട്ടത്തിൽ അല്പജ്ഞന്മാർ അഭിപ്രായം പറയാൻ തന്നെ ഭാവിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് വിചാരിച്ച് വിരമിക്കുന്നു ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് വലിയൊരു ഉപദേശമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, MLA-മാർക്കും MP-മാർക്കും ലോക നേതാക്കൾക്കും ഒക്കെ ബാധക. വെറുതെ അക്കത്തിൽ പോയിട്ട് സംവാദം വരുത്. സംവാദം കൊണ്ട് ഒരു കോമൺ ഒപ്പീനിയൻ ജനറേറ്റ് ആയിട്ടില്ലെങ്കിൽ മനോബലം കുറയും. അങ്ങനെയാണ് പറയാം. എന്തോ ആവട്ടെ, അപ്പോൾ അതിനേക്കാൾ നല്ല സബ്ജക്റ്റാണല്ലോ ഭാഗവതം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദിയായിരിക്കുന്ന ആത്മീയ ചൈതന്യം, ബ്രഹ്മചൈതന്യത്തിനെ നമ്മൾക്ക് അനുഭവിക്കുമാറാകട്ടെ എന്നും അതിൻ്റെ ഉദാത്തമായ അവസ്ഥയിൽ അതിനെ മനസ്സിലാക്കിയാൽ അത് നമ്മളെ ശ്രേഷ്ഠമായ ഭാവത്തിലേക്ക് ഉയർത്തുമെന്നും കാലാന്തരത്തിൽ നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരുന്നാൽ ലോകക്ഷേമത്തിനും പ്രജാക്ഷേമത്തിനും കാരണമായി തീരുമെന്നും അതുകൊണ്ട് അതുതന്നെയായിരിക്കട്ടെ പ്രാർത്ഥന എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.